താമരശ്ശേരി മേഖലയിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിവാരത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. താമരശ്ശേരി കോടഞ്ചേരി സ്റ്റേഷനുകൾ വിഭജിച്ച് അടിവാരത്ത് പുതിയ സ്റ്റേഷൻ അനുവദിക്കണമെന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആവശ്യമുയരുന്നത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ് തോമസിനോടൊപ്പം ജനപ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിനോജ്, ഇപ്പോൾ അടിവാരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല, പക്ഷേ ക്രൈം കൂടുന്നതും പ്രധാനമായിട്ടും ഈങ്ങപ്പുഴ അടിവാരം ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തതൊരു വലിയ പരിമിതിയാണോ ആ ഭാഗത്ത്? അരുൺകുമാർ, പരിമിതിയാണ് തീർച്ചയായിട്ടും. ഞാൻ നിൽക്കുന്നത് താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ്. ഇതാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ. ദേശീയപാതയുടെ അരികിൽ നിൽക്കുന്ന ഈ പോലീസ് സ്റ്റേഷന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് പരപ്പൻപോയിലാണ്. മറ്റൊരു അതിർത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന വയനാട് ഗേറ്റായ ലക്കിടി വ്യൂ പോയിന്റ് ആണ് താമരശ്ശേരി ചുരത്തിൽ. അതായത് പരപ്പൻപോയിൽ നിന്ന് താമരശ്ശേരി ചുരത്തിൽ വ്യൂ പോയിന്റ് വരെ ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന സ്റ്റേഷനിൽ നിന്ന് വേണം പോലീസിന്റെ വാഹനം എടുത്ത് ഓടിച്ചെല്ലാൻ വേണ്ടി. അടിവാരത്ത് ഒരു 8 പോസ്റ്റ് ഉണ്ട്, പക്ഷേ അവിടെ വിരലിലുണ്ടാവുന്ന പോലീസുകാർ മാത്രമേ ഉള്ളൂ. ദിവസേന ചുരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, അത് നിയന്ത്രിക്കാൻ മാത്രമാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അടിവാരം കേന്ദ്രീകരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ വേണം എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടർ നടപടികൾ സ്വീകരിച്ചാണ്, പക്ഷേ അത് മുന്നോട്ട് പോയിട്ടില്ല. എനിക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. മെമ്പറെ, ഈ പോലീസിനെതിരെ പരാതിയായിട്ട് നാട്ടുകാർ നിങ്ങളുടെ അടുത്ത് വരാറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് പലതവണയായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാലും ഒരാഴ്ചയായാലും ഇവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം നമ്മുടെ ജില്ലയിൽ തന്നെ, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പോപ്പുലേഷൻ കൊണ്ടും വിസ്തൃതി കൊണ്ടും ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഏകദേശം ലക്കിടി തൊട്ട് പരപ്പൻപൊയിൽ വരെയും അതുപോലെ തന്നെ തലയാട് തൊട്ട് കൂടത്തായി വരെയും ഉൾക്കൊള്ളുന്ന പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ താമരശ്ശേരി സ്റ്റേഷൻ. ഒരു വർഷത്തിൽ ഏകദേശം 1000-ഓളം കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് UI കേസുകൾ, ഗൗരവ സ്വഭാവമുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് താമരശ്ശേരി സ്റ്റേഷനിലാണ്. മർഡർ കേസുകൾ, പോക്സോ കേസുകൾ, അതുപോലെ തന്നെ നർക്കോട്ടിക് കേസുകൾ, ഈ തരത്തിലുള്ള ഗൗരവ സ്വഭാവമുള്ള ഏറ്റവും കൂടുതൽ ഇടയ്ക്ക് സ്വർണ്ണക്കടത്ത്, ഹവാല കേസുകൾ, ഈ തരത്തിലുള്ള ഗൗരവ സ്വഭാവമുള്ള കേസുകൾ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും താമരശ്ശേരി സ്റ്റേഷനിലാണ്. ഇവിടുത്തെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 പേരാണ്. ഒരു CAയും 2 അഡീഷണൽ SI ഉൾപ്പെടെ 55 പേരാണ് ഇവിടുത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം വയനാട് ചുരം ഉൾപ്പെടെ വരുന്ന 8 പോസ്റ്റ് ഉണ്ടല്ലോ, അടിവാരത്ത് 8 പോസ്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ക്രമസമാധാന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഈ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ആ 8 പോസ്റ്റ് കൊണ്ട് ഉപകാരപ്പെടാറില്ല. ഇപ്പോൾ ട്രാഫിക് മാത്രമാണ് അവർ പ്രധാനമായിട്ടും പെട്ടെന്ന് കട്ടിപ്പാറ മേഖല എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൺ വിളിച്ച പോലീസിന് ഓടിയെത്താൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ എത്താൻ. അപ്പോൾ ഒരു കാരണവശാലും പെട്ടെന്ന് ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവിടെ എത്താൻ പോലീസിന് സാധിക്കില്ല. ഇഷ്യൂസ് നടന്ന് പ്രതികൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് പോലീസിന് അവിടെ എത്താൻ സാധിച്ചിട്ടുള്ളത്. 96-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മുന്നണി പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന പ്രകടന പത്രികയിൽ വെച്ചതാണ്. അതിനുശേഷം 30 വർഷത്തോളമായി യാതൊരു നടപടിയും നീങ്ങിയിട്ടില്ല. മുന്നണികൾ മാറി മാറി വരികയും MLA-മാർ മാറി മാറി വരികയും ചെയ്തിട്ടുള്ളതല്ലാതെ ഈ 30 കിലോമീറ്ററോളം ചുരത്തിലെത്താൻ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 30 കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട്. അപ്പം അവിടെ ഒരു ക്രൈം നടക്കുമ്പം പോലീസ് അവിടെ എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുക്കുന്ന. അരുൺകുമാർ, പോലീസിന് പരിമിതിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്താണ് എക്സൈസിന് സ്വന്തമായി വാഹനമില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് താമരശ്ശേരി എന്നൊരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അരുൺകുമാർ, താങ്ക് യു. തീർച്ചയായിട്ടും അടിവാരത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ ഒരു സബ് സ്റ്റേഷനെങ്കിലും തുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്രൈം ക്യാപിറ്റലായി താമരശ്ശേരിയുടെ അടിവാരങ്ങൾ മാറരുത് എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആവശ്യം. നാട്ടുകാരും അത് തിരിച്ചറിയുന്നുണ്ട്.